ഞാൻ നിങ്ങൾക്ക് നൽകാം, കാരണം അള്ളാഹു എനിക്ക് നൽകുന്നു. സേവനത്തെക്കുറിച്ച് ഖുർആനും സുന്നത്തും പറയുന്നത് എന്താണ്? ഖുർആൻ പരിശോധിച്ചാൽ, സുന്നത്ത് എടുത്തു നോക്കിയാൽ, എന്തിന് നമുക്ക് മുന്നേ നടന്നവരെ മാതൃകയാക്കിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഒരു ആദർശം നിങ്ങൾക്ക് കണ്ടെത്താം. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള സൃഷ്ടികളെ പരിചരിക്കുന്നത്, അതേപടിയാണ് നമ്മുടെ നാഥൻ അള്ളാഹു സുബ്ഹാന തആല നമ്മളെ പരിചരിക്കുക. ആളുകളോടും അതുപോലെ തന്നെ മൃഗങ്ങളോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ പെരുമാറ്റം അടയാളപ്പെടുത്തുന്നത് നമ്മോടുള്ള ദൈവം തമ്പുരാൻ്റെ പെരുമാറ്റം കൂടിയാണ്. ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആളുകളോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ പടച്ചവൻ നമ്മളോട് കരുണ കാണിക്കും. മാത്രമല്ല, സഹോദരങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു അപ്രകാരം തന്നെ പ്രതികരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കഥയിലേക്ക് കടക്കാം. അന്നും ഇന്നും എന്നും പ്രസക്തമായ ഒന്നിലേക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹു ആരോപണങ്ങൾക്ക് വിധേയമായത് നമ്മൾ അറിഞ്ഞതാണ്. അതിൻ്റെ പേരിൽ അവർക്കെതിരെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് ആയിഷയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾക്കെതിരെ കുറ്റാരോപണം ഉന്നയിച്ചത് അവരുടെ തന്നെ ഒരു ബന്ധുവാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു ബന്ധു മാത്രമായിരുന്നില്ല, മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി സഹായിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അവർ. കേവലം ഒരു സുഹൃത്തോ അയൽവാസിയോ അല്ല, മറിച്ച് താൻ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു ബന്ധു തൻ്റെ മകൾക്കെതിരെ ഇത്തരമൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് അപമാനിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്നറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. തീർച്ചയായും അദ്ദേഹം എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ പ്രതികാരം ചെയ്യാതെ പകരം സാമ്പത്തിക സഹായം നിർത്തിവെക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയാവും പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് പറയേണ്ടതല്ലോ. ഈ പ്രത്യേക സന്ദർഭത്തിൽ അള്ളാഹു ഒരു ആയത്തിറക്കുന്നുണ്ട്. കാലഹരണപ്പെട്ടു പോകാത്ത ഒരു പാഠം അതിലുണ്ട്. അബൂബക്കറിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവഗണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത്? മറ്റുള്ളവർക്ക് നൽകാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? പലപ്പോഴും അതിനുള്ള ഉത്തരം അവർ നമ്മുടെ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവളോ അല്ലെങ്കിൽ അവനോ എന്നിൽ നിന്ന് ഉദാരമായ പൊറുക്കൽ അർഹിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ രസകരം എന്തെന്നാൽ ഇതേ സമയത്ത് അള്ളാഹു മറ്റൊരു വ്യത്യസ്തമായ വാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് നൽകാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബന്ധു അത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് മറ്റൊന്നതാണിന്റെ പിന്നിൽ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? തീർത്തും വ്യത്യസ്തമായൊരു ഭാഷയിലാണ് അള്ളാഹു ഇതിനെ കാണുന്നത്. അബൂബക്കറിന് എങ്ങനെയാണോ തന്നോട് അള്ളാഹു പെരുമാറേണ്ടത്, അതുപോലെയാണ് അദ്ദേഹം തൻ്റെ ബന്ധുവിനോട് പെരുമാറേണ്ടത്. ഇത് നമ്മൾ കരുതുന്നത് പോലെ എളുപ്പമല്ല. ഞാനും നീയും തമ്മിലുള്ള ഇടപാട് എന്ന രീതിയിൽ സൃഷ്ടികൾ തമ്മിലുള്ള പെരുമാറ്റത്തെ ചുരുക്കാൻ നമുക്ക് സാധിക്കില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതിനാൽ നീ എനിക്ക് വേണ്ടിയും എന്നർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ ശീലിച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം ഒരു മാറ്റമാണ് പല ശീലങ്ങളിൽ നിന്നും. മുഹമ്മദ് നബി അവതരിപ്പിച്ചത് തന്നെ ചില മാറ്റങ്ങൾ പഠിപ്പിച്ചു തരാനാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, കാരണം അള്ളാഹു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വലിയ പാഠവും അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു ഉപഭോക്താക്കൾക്കുള്ള സേവന കേന്ദ്രത്തിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഉപഭോക്താവാണ് ശരി എന്നാണ്. സേവന കേന്ദ്രത്തിലെ തൊഴിലാളികളോട് എത്ര രൂക്ഷമായി അവർ പെരുമാറിയാലും മാന്യമായി മാത്രമേ അവർ തിരിച്ചു മറുപടി നൽകുകയുള്ളൂ. മാന്യമായ സൗമ്യമായ ഭാഷ മാത്രമാണ് ഉപഭോക്താക്കളോട് അവർ ഉപയോഗിക്കുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ്? കാരണം എളുപ്പമാണ്, അത് അവരുടെ ഉപജീവന മാർഗമാണ്. ഒരിക്കലും ഉപഭോക്താക്കളല്ല അവർക്ക് ശമ്പളം നൽകുന്നത്, മറിച്ച് മുതലാളിയാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് എങ്ങനെ തങ്ങളോട് പെരുമാറുന്നു എന്നുള്ളത് അവരെ അലട്ടുന്നില്ല. തൊഴിലാളികളുടെ ശ്രദ്ധ എപ്പോഴും മുതലാളി തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമാണ്. അവർക്കുള്ള കൂലി മുതലാളിയിൽ നിന്നാണ്. ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ ശമ്പളം കിട്ടാതെ അവർ തന്നെയാണ് വലയുക. ഇനി അള്ളാഹു ഇതിനെല്ലാം മുകളിലാണ്.
എന്നല്ല, എല്ലാറ്റിനും തന്നെ മുകളിലാണ്. അപ്പോഴും അള്ളാഹു തന്നെയാണ് ഏറ്റവും മികച്ച ഇടപാടുകാരൻ. എന്തു തന്നെ സംഭവിച്ചാലും സഹജീവികളോട് കരുണയോടെ വർത്തിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ആളുകളുടെ തിരിച്ചുള്ള പെരുമാറ്റമാകരുത് നമ്മുടെ അവരോടുള്ള പരിചരണത്തിന്റെ അടിസ്ഥാനം. ഒരിക്കലും ഞാനും മറ്റൊരു സൃഷ്ടിയും തമ്മിലല്ല, മറിച്ച് എപ്പോഴും ഞാനും സൃഷ്ടാവും തമ്മിലാണ് ഇടപാട്. അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്നുള്ള പ്രതികരണമാകരുത് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് നമുക്ക് ആവേശമാകേണ്ടത്. ഇതാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സേവനം എന്ന ആശയം ഇതാണ്. ഞാൻ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും, ഞാൻ ആരെയെങ്കിലും സഹായിക്കുമ്പോഴും നാളെ അള്ളാഹു എനിക്ക് നൽകുമെന്നും നാളെ അള്ളാഹു എന്നെ സഹായിക്കുമെന്നുമുള്ളതാവണം നമ്മുടെ പ്രതീക്ഷ. നമുക്ക് തിരിച്ച് കഥയിലേക്ക് വരാം. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനെ കൃത്യമായി ഉൾക്കൊണ്ടു. ശേഷം അദ്ദേഹം ആ ബന്ധുവിന് ധനസഹായം നൽകാൻ പുനരാരംഭിച്ചു. എന്ന് മാത്രമല്ല, അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് സാധിച്ചത്? കാരണം ആ ഇടപാട് ഒരിക്കലും അദ്ദേഹവും ആ കുടുംബാംഗവും തമ്മിലായിരുന്നില്ല, അത് അബൂബക്കറും അള്ളാഹുവും തമ്മിലായിരുന്നു.